മോദിയെ തകർക്കാൻ നോക്കിയ ട്രംപിന് വലിയ തിരിച്ചടി. ട്രംപിസം തകർന്ന് തരിപ്പണമാകുന്നു എന്നുള്ളതാണ്. ട്രംപിൻ്റെ പിടിവാശിക്ക് ഒരു കനത്ത പ്രഹരമാണ് ഇന്ത്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ബ്രിട്ടന് പിന്നാലെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ, ആ വ്യാപാര കരാറുകൾ നൽകുന്ന സൂചന എന്ന് പറയപ്പെടുന്നത് ഇന്ത്യ പുതിയ മാറ്റത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പുതിയ രീതികളിലേക്ക് വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ പുതുക്കുന്നു എന്നുള്ളത് അമേരിക്കയ്ക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. അത് ഏറ്റുവാങ്ങിയിരിക്കുന്നത് ട്രംപാണ്. കാരണം ട്രംപ് ഏർപ്പെടുത്തിയ പല പരിപാടികളും അങ്ങനെയായിരുന്നല്ലോ. ട്രംപിൻ്റെ ഈ തീരുവ വിവാദം അടക്കമുള്ളവ കൊണ്ടുവന്നപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ രാജ്യങ്ങൾക്കും അത് വലിയ ബാധ്യതയായി മാറി. പക്ഷേ ആ ബാധ്യതകളെ ഇന്ത്യ പക്ഷേ മൗനത്തിലൂടെയാണ് അതിനെ മറികടന്നത് എന്നുള്ളതാണ്. മോദി അതിനൊന്നും ഒരു തരത്തിലുമുള്ള പ്രതികരണം നടത്തിയില്ല എന്നുള്ളതാണ്. അങ്ങനെ പ്രതികരണം നടത്തി അവിടെ വിളിച്ചു പറയേണ്ടതല്ല അത്തരത്തിലുള്ളത്. പകരം അത് പ്രതികരിക്കുന്നതിന് പകരം പ്രവർത്തിച്ചു കാണിക്കുക എന്നുള്ള രീതിയിലേക്ക് എത്തുക എന്നുള്ളത്, അത് വളരെ കൃത്യമായി നടപ്പിലാക്കുവാൻ മോദിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച ഇന്ത്യയുമായി നടത്തിയ ഈ വ്യാപാര ചർച്ചകൾ, ആ വ്യാപാര ചർച്ചകൾ പുരോഗതി ഉണ്ടായതോടുകൂടി തന്നെ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകൾ ആരംഭിക്കാമെന്ന് യൂറോപ്യൻ യൂണിയൻ തന്നെ, അല്ലെങ്കിൽ യൂറോപ്യൻ കമ്മീഷൻ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ മുമ്പിൽ പുതിയ വഴികൾ തുറക്കുന്നു. അമേരിക്കയുമായിട്ട് മാത്രം ഒരു വ്യാപാര കരാർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ത്യയുടെ നയതന്ത്രം എന്ന് പറയപ്പെടുന്ന എല്ലാ രാജ്യങ്ങളിലേക്കും, എപ്പോഴും ഇവിടെ പ്രതിപക്ഷമടക്കം നരേന്ദ്രമോദി ഈ 208 രാജ്യങ്ങളിലും പോയി കഴിഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ സഞ്ചാരമാണ് ഏറ്റവും കൂടുതൽ. ഇന്ത്യയിൽ ഭരിക്കാൻ അദ്ദേഹത്തിന് ലഭിക്കാറില്ല. പലപ്പോഴും മറ്റു രാജ്യങ്ങളിലാണ് മോദിയുടെ യാത്ര എന്ന് പറയപ്പെടുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്തിൻ്റെ നേതാവ് മറ്റു രാജ്യങ്ങളിലേക്കുള്ള വിദേശയാത്ര നടത്തുമ്പോൾ നയതന്ത്ര ബന്ധം കുറച്ചുകൂടി ഊഷ്മളമാക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അതായത് നമുക്കൊരു സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് എത്തുവാൻ, അല്ലെങ്കിൽ നമ്മളെ വ്യാപാര കരാറുകളെ നിശബ്ദമാക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാൾ ഏകാധിപത്യ സ്വഭാവത്തോടു കൂടി പെരുമാറിയാൽ അവർക്കെതിരെ വളരെ മൗനത്തിലൂടെ തിരിച്ചടി കൊടുക്കാൻ കഴിയുന്നത് ഇപ്പോഴാണ്. കാരണം ഇത്രത്തോളം ഇരട്ടി, 100 ഇരട്ടി വരെ വർധനവ് തീരുവ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്തോടു കൂടി ഈ ട്രംപ് നടപ്പിലാക്കിയപ്പോൾ പോലും ഇന്ത്യ കുലുങ്ങിയിട്ടില്ല. പകരം തിരിച്ചടി നൽകിയതും മറുപടി കൊടുത്തതും ബ്രിട്ടനുമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും ഒക്കെ ഇപ്പോൾ വ്യാപാര കരാറിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ്. അറിയാമല്ലോ, നമുക്ക് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് യുദ്ധം, ഈ താരിഫ് യുദ്ധത്തെ നേരിടാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സർക്കാർ നടത്തുന്ന നിശബ്ദ യുദ്ധത്തിൻ്റെ മറ്റൊരു വിജയമാണ് ഞാൻ ഈ പറഞ്ഞ അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം വിലയിരുത്തുന്ന ഈ പറയുന്ന മറ്റു രാജ്യങ്ങളുമായിട്ട് നടത്താൻ പോകുന്ന ഈ വ്യാപാര കരാറുകൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ വരുന്ന ആഴ്ചകളിലൊക്കെ ഈ യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളടക്കം എല്ലാവരും കൂടുതൽ ചർച്ചകൾ നടത്തുവാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കും പോകുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നുണ്ട്. മാത്രമല്ല വെർച്വലായും നേരിട്ടുമുള്ള പലതരത്തിലുള്ള കൂടുതൽ ചർച്ചകൾ അത് നടക്കേണ്ടതുണ്ട്. ഇത് നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഒരു കരാറിലേക്ക് ഒപ്പുവയ്ക്കുന്നതും. ആ കരാറുകൾ പ്രാവർത്തികമായി കഴിഞ്ഞാൽ പിന്നെ മറ്റു രാജ്യങ്ങളുമായിട്ടും ഇതേപോലത്തെ യഥേഷ്ടം വ്യാപാരങ്ങൾ തുടരുവാനുള്ള ഒരു സാധ്യതയിലേക്ക് എത്തും. കഴിഞ്ഞ ആഴ്ച ഈ ബ്രസൽസിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായിരുന്നു. ആ ചർച്ചകൾക്ക് ശേഷമാണ് സാധാരണയായിട്ട് 2 രാജ്യങ്ങൾ തമ്മിൽ ഈ കാർഷിക വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുമ്പോൾ അതിനകത്ത് ചില പ്രതിബന്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ പ്രതിബന്ധങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഈ സാനിറ്ററിയുമായി ബന്ധപ്പെട്ട് വരുന്നത് പോർട്ടോ സാനിറ്ററി എന്ന് പറയപ്പെടുന്ന നിയമങ്ങൾ, അതായത് മനുഷ്യൻ, മൃഗങ്ങൾ, സസ്യജാലങ്ങൾ എന്നിവയ്ക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന കീടങ്ങൾ, രോഗങ്ങൾ, മാലിന്യങ്ങൾ, ഇവയൊക്കെ നിയന്ത്രിക്കുന്നതിനുള്ള നിബന്ധനകളും വ്യവസ്ഥകളും ഈ കാര്യത്തിൽ ധാരണയിൽ എത്താൻ കഴിയാറില്ല പലപ്പോഴും. പക്ഷേ ആ കാര്യത്തിൽ പോലും ഒരു ധാരണയിലേക്ക് എത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം അവസാനത്തോടെ ഈ കരാറൊക്കെ പൂർത്തിയാക്കണമെന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ട്രേഡ് കമ്മീഷണർ മാരോസ് സെഫ്കോവിക്കും ഇന്ത്യൻ വാണിജ്യകാര്യ മന്ത്രിയായിട്ടുള്ള പീയൂഷ് ഗോയലുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത്. ഈ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തന്നെ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. വ്യാവസായിക, കാർഷിക മേഖലകളിലും വിപണിയിൽ ചരക്കുകൾ ലഭ്യമാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലും വളരെ അനുകൂലവും ഒപ്പം തന്നെ പ്രതികൂലവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനോടകം തന്നെ ചർച്ച ചെയ്ത് തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നു. ആ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും, ഇനിയുമുണ്ട് ദിവസങ്ങൾ, ഈ വർഷം അവസാനത്തോടു കൂടിയാണ് ഇതിലേക്ക് എത്തപ്പെടേണ്ടത്. അപ്പോൾ ആ ഒരു കരാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ്. അമേരിക്കയെ മാത്രം ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു വിധത്തിൽ നിന്ന് മാറി മറ്റുള്ള രാജ്യങ്ങളിൽ കൂടി വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് അനുകൂലമായിട്ട്
ഉള്ളൊരു വ്യാപാര നയം രൂപീകരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്ക് മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 50% അധിക താരിഫ് ചുമത്തിയതിന് പിന്നാലെയാണല്ലോ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയനുകൾ ഇന്ത്യയുമായിട്ട് ഒരു വ്യാപാര ചർച്ചകൾക്ക് മുതിർന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകൾ സ്വാഭാവികമായിട്ടും യാഥാർത്ഥ്യമാകുമ്പോൾ അത് ഇന്ത്യക്ക് ലഭിക്കുന്നത് പുതിയ ചില വ്യാപാര തന്ത്രങ്ങളാണ്, ആ വിദേശകാര്യ നയങ്ങളിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുമാണ്. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുമ്പോൾ ഇത് ആഗോള രാഷ്ട്രീയത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ പോകുന്ന ഒന്നാവും ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ ആഗോള രാഷ്ട്രീയ എന്ന് പറയപ്പെടുന്നത് മറ്റുള്ള എല്ലാ ലോകരാജ്യങ്ങളെയും നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയണം. വ്യാപാര അടിസ്ഥാനത്തിൽ സ്വതന്ത്ര വ്യാപാര ശൃംഖലയിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത്തരത്തിലുള്ള വ്യാപാരങ്ങൾ നടത്തുവാൻ കഴിയുകയും സ്വതന്ത്ര വ്യാപാരം യാഥാർത്ഥ്യമാവുകയും ചെയ്യും. ഒരാളുടെയും മൊണോപ്പൊളിയായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകില്ല എന്നുള്ളത്. ആ മൊണോപ്പൊളി, അതായത് അമേരിക്കയുടെ മൊണോപ്പൊളി പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ വളരെ വളരെ വിദഗ്ധമായ രീതിയിൽ ഇന്ത്യ നടപ്പിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ 27 അംഗ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങൾക്കു മേലും അമേരിക്ക ഏകദേശം 15% തിരുവയ്പ തന്നെ ചുമത്തി എന്നതും യൂറോപ്യൻ യൂണിയന് പുതിയ പങ്കാളികളെ കണ്ടെത്തേണ്ടതിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഇതൊക്കെ അവർക്കൊരു പ്രേരക ശക്തിയായി മാറി എന്നുള്ളതാണ്. കാരണം പുതിയ പങ്കാളികളെ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം കൂടുതൽ ഇങ്ങനെ തീരുവ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അടുത്ത രാജ്യങ്ങളിൽ പോകും. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു സാധനം അവിടെ നിന്നും 100 രൂപയ്ക്ക് ലഭിക്കുന്നുവെങ്കിൽ ഇനി നമ്മളത് 200 രൂപ കൊടുത്താലേ കിട്ടുമെന്നുണ്ടെങ്കിൽ മറ്റൊരു രാജ്യം അത് 150 രൂപയ്ക്ക് തരുന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ കഴിയണമെന്നുള്ള തരത്തിലേക്ക് യൂറോപ്യൻ യൂണിയനുകൾ ചേരുന്നു. ആ യൂറോപ്യൻ യൂണിയനുകളുടെ ഒരു ശൃംഖല എന്ന് പറയപ്പെടുന്ന മറ്റു രാജ്യങ്ങൾക്ക് കൂടി ഉതകുന്ന തരത്തിലേക്കുള്ള ഒരു കരാറിലേക്ക് എത്തപ്പെടുന്നു. അങ്ങനെ കാർഷിക വ്യാപാര കരാറുകളടക്കം ഉണ്ടാകുമ്പോൾ അത് ഇന്ത്യക്ക് ഒരിക്കലും ഗുണകരമല്ലാതാകുന്നില്ല. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നമുക്ക് കുറച്ചുകൂടി മെച്ചമാകും, നമ്മുടെ ഒരു കാർഷിക രാജ്യം കൂടി ആയതുകൊണ്ട്. അപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള സാമ്പത്തിക വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു വലിയ തിരിച്ചടി എന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ ഗൂഗിളിൻ്റെ മാതൃസ്ഥാപനമായിട്ടുള്ള ആൽഫബറ്റ് അത് ഇന്ത്യയിൽ ഏകദേശം $15 ബില്യൺ നിക്ഷേപം നടത്തുമെന്നും ഇവിടെ തന്നെ വലിയ ഒരു ശൃംഖല, ഒരു വലിയ കമ്പനിയുമായിട്ട് ഇവിടെ ഇന്ത്യയിലേക്ക് എത്തുമെന്നും പറയുന്നുണ്ട്. അതും ട്രംപിനേറ്റ ഒരു വലിയ അടിയാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിലായിരിക്കും ഇതിൻ്റെ തുടക്കമെന്ന് പറയപ്പെടുന്നത്. ഇത് 12 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഗൂഗിളിൻ്റെ AI സെൻറ്ററുകളുടെ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കേന്ദ്രമാണ് ഇന്ത്യയിലും ആരംഭിക്കാൻ പോകുന്നത്. അത് ആന്ധ്രാപ്രദേശിലുള്ള വിശാഖപട്ടണത്തായിരിക്കും അതിൻ്റെ ഓഫീസും ബാക്കിയുള്ള കാര്യങ്ങളും നടക്കുക. അപ്പോൾ അമേരിക്കയ്ക്ക് പുറത്ത് ലോകത്തിൽ തന്നെ തങ്ങൾ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ AI ഹബ്ബായിരിക്കും ഇവിടെ ഈ ഗൂഗിൾ ക്ലൗഡ്സ് എന്ന് പറയപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഏറ്റവും വലിയ രീതിയിലേക്ക് ഉള്ള ഒരു നിക്ഷേപം കൂടി ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. അവിടെ അതും ഒരു തിരിച്ചടിയാണ് ട്രംപിന്. ട്രംപിസം തകർന്ന് തരിപ്പണമാകും. മാത്രമല്ല അമേരിക്ക എന്ന് പറയപ്പെടുന്ന രാജ്യത്തിന് ട്രംപ് ഉന്മൂലനം ചെയ്യുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ട്രംപിസം താരിഫ് യുദ്ധം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അടുത്ത 5 വർഷങ്ങളിലായിട്ടായിരിക്കും ഇവർ നിക്ഷേപം നടത്താൻ പോകുന്നത്. ഈ ഗൂഗിൾ എന്ന് പറയപ്പെടുന്നത് അമേരിക്കൻ കമ്പനികളോട് സ്വന്തം രാജ്യത്ത് നിക്ഷേപം നടത്തുന്നതിന് മുൻഗണന നൽകണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുന്നതിന് ഇടയിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം ഇപ്പോൾ ഗൂഗിളിൻ്റെ മാതൃസ്ഥാപനമായ ആൽഫബറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ ചെലവും അതിവേഗം വർദ്ധിച്ചു വരുന്ന ഇൻ്റർനെറ്റ് ഉപയോക്താക്കളുടെ എണ്ണവും ഇന്ത്യയെ അതിവേഗം ഒരു മികച്ച AI ഡാറ്റാ സെൻറ്ററിന് അനുയോജ്യമായ പ്രദേശമാക്കി മാറ്റി എന്നുള്ള പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗൂഗിൾ വളരെ കൃത്യമായി അവരുടെ കച്ചവടമാണല്ലോ എല്ലാവരുടെയും ലക്ഷ്യം, അത് വളരെ കൃത്യമായിട്ട് അവരുടെ ബിസിനസ് ഹബ്ബായി ഇന്ത്യയെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തെ മാറ്റാൻ പോകുന്നു എന്നുള്ളതാണ്. സാങ്കേതിക വിദ്യാരംഗത്തെ ചില ഭീമന്മാരായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ അവരുടെ ക്ലൗഡ് AI രംഗത്തെ വിപുലീകരണത്തിന് അനുയോജ്യമായിട്ടുള്ള പങ്കാളിയായി കാണുന്നത് പോലും ഇന്ത്യയാണ് എന്നുള്ള പ്രത്യേകത ഉണ്ട്. ഇന്ത്യയിലെ വ്യവസായങ്ങൾക്കും ഉപയോക്താക്കൾക്കും തങ്ങളുടെ മികച്ച സാങ്കേതിക വിദ്യ ലഭ്യമാക്കുമെന്നും അതുപോലെ തന്നെ AI രംഗത്തെ ഇന്നോവേഷനുകളെ പ്രോത്സാഹിപ്പിക്കുകയും ഒപ്പം തന്നെ അതിനെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നതിനുള്ള ശ്രമം ആൽഫബറ്റ് ഇവിടെ നടപ്പിലാക്കുമെന്ന് തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ ഇത് രാജ്യത്തിൻ്റെ പുരോഗതിയെ കാര്യമായി സഹായിക്കുവാനുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ട്രംപിൻ്റെ നീക്കങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഇന്ത്യ പോലൊരു വികസ്വര രാജ്യത്തിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഇന്ത്യ കുതിപ്പിൽ നിന്ന് കുതിപ്പിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. വളരെ ബുദ്ധിപൂർവ്വമാണ്, വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനിലൂടെയാണ് ഇന്ത്യ ഇപ്പോൾ ഇതിനെ മറികടക്കുന്നത്. ബ്രിട്ടനുമായിട്ടാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടാണെങ്കിലും അത്തരത്തിലുള്ള ഒരു വ്യാപാര കരാറിലേക്ക് ഇന്ത്യക്ക് എത്താൻ കഴിയുന്നതും ഈ ഗൂഗിൾ പോലുള്ളവരുടെ മാതൃസ്ഥാപനമായ ആൽഫബറ്റ് അടക്കം നമ്മുടെ രാജ്യത്ത് വലിയ തുകയ്ക്ക് ഈ നിക്ഷേപങ്ങൾ ഏർപ്പെടുത്തുന്നതൊക്കെ
വ്യാവസായികമായി വലിയ പുരോഗതി ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഈ എയുടെ ഉപയോഗം എന്ന് പറയപ്പെടുന്നത്, നെറ്റ്വർക്കിൻ്റെ ഉപയോഗം, നെറ്റുകളുടെ ഉപയോഗം എന്ന് പറയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വിഭാഗമായിട്ട് ഇന്ത്യൻ വ്യക്തികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ എത്തപ്പെട്ടു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ ഇപ്പോൾ ഇവരെ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തെ തിരഞ്ഞെടുക്കുകയും ആ സ്ഥലത്ത് ഇത്രത്തോളം നിക്ഷേപം നടത്താമെന്ന് കണ്ടെത്തുകയും ചെയ്തത് ആ രാജ്യത്തിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ബിസിനസ് ഹബ്ബാക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ എന്തുമാത്രം അത് നടക്കും, വ്യാവസായികമായിട്ടും അവിടെ എത്രത്തോളം പുരോഗതി ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ലാഭകരമായിട്ട് അവിടെ ബിസിനസ് നടത്താൻ പറ്റും എന്നുള്ളതായിരിക്കും ഓരോ കമ്പനികളും ലക്ഷ്യമിടുന്നത്. അതിൽ ഇന്ത്യ 1-ാം സ്ഥാനത്താണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ പേർ നെറ്റ് ഉപയോഗം നടത്തപ്പെടുന്ന നമ്മുടെ ഇന്ത്യയിലാണ് എയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഗൂഗിൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ട്രംപിനേൽക്കുന്ന മറ്റൊരടിയാണ്. സ്വന്തം മാതൃരാജ്യത്ത് നിക്ഷേപം നടത്തുന്നതിന് പകരം മറ്റു രാജ്യങ്ങളിലേക്ക് കൂടുതൽ നിക്ഷേപം നടത്താൻ ശ്രമിക്കുന്നത് പോലും അത് അത്തരത്തിൽ ട്രംപിനേറ്റ ഒരു മുഖത്തേൽക്കുന്ന ഒരു അടി തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അവിടെയാണ് വളരെ സ്ട്രാറ്റജിക്കൽ ഓപ്പറേഷനിലൂടെ ഇന്ത്യ കരുത്ത് തെളിയിക്കുന്നത്. വരും ദിനങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യ നടത്തുകയും ചെയ്യും. മാത്രമല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിദേശ രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തുന്നതിന് പ്രതിപക്ഷ പാർട്ടികളടക്കം കൂക്കി വിളിക്കുമ്പോഴും നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള യാത്രകളിലൂടെ നയതന്ത്ര ബന്ധങ്ങൾ എത്രത്തോളം ശക്തമായി എന്നുള്ളത്. ആ നയതന്ത്ര ബന്ധങ്ങളുടെ ശക്തിയാണ് ഈ വരുന്ന വ്യാവസായിക വ്യാപാര മേഖലയിൽ ഉണ്ടാകുന്ന പുരോഗതി എന്ന് പറയപ്പെടുന്നത്. ബ്രിട്ടനോടായാലും യൂറോപ്യൻ യൂണിയനുകളോടായാലും ആ യൂണിയനുകളുടെ രാജ്യങ്ങളോടായാലും നടത്തുന്ന വ്യാപാര കരാറുകൾ എന്ന് പറയപ്പെടുന്നത് വരുന്ന ദിനങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തുന്ന തീരുവ യുദ്ധത്തിന് ഒരു എതിർപ്പ് അല്ലെങ്കിൽ അതിന് മറികടക്കാനുള്ള ഒരു തീരുമാനം കൂടിയായിരിക്കും ഇത്തരത്തിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ എന്നുള്ളത്. ആ വ്യാപാര കരാറുകളിലേക്ക് എത്തപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപിൻ്റെ ട്രംപിസവും ഒപ്പം തന്നെ ട്രംപ് തകർക്കുന്ന അമേരിക്കയും ഭൂപടത്തിൽ തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് എത്തും. പകരം ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ 1, 2, 3 സ്ഥാനങ്ങളിലേക്ക് എത്തുന്ന കാലവും വിദൂരമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.